വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 20. തൻ്റെ ശിഷ്യരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരഹിതത്തെയും യേശു കുറ്റപ്പെടുത്തിയെങ്കിലും അവരെ അവിടുന്ന് എഴുതി തള്ളുന്നില്ല. പകരം അവരെ ശ്രമകരവും ഉത്തരവാദിത്വപൂർണവുമായ ചുമതല അവിടുന്ന് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ശിഷ്യരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യേശു അവരെ വിശ്വാസയോഗ്യരാക്കി തീർക്കുകയാണ്. സകല സൃഷ്ടികളോടും പ്രഘോഷിക്കുവാൻ ആവശ്യപ്പെടുന്നവരുടെ സുവിശേഷ പ്രഘോഷണത്തിൽ യാതൊരു വിവേചനവും കാട്ടാൻ പാടില്ലെന്ന് യേശു നിർദ്ദേശിക്കുക. ആരോടൊക്കെ പ്രസംഗിച്ചാൽ മതി എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ശിഷ്യർക്കില്ല. കാരണം സുവിശേഷം എല്ലാവരുടെയും അവകാശമാണ്. എല്ലാവരോടും പ്രസംഗിക്കാനുള്ള നിയോഗം മറ്റു മതങ്ങളുടെയും സംസ്കാരങ്ങളുടെ മേൽ ഔദ്ധത്യപൂർണമായ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള തിട്ടൂരമല്ല, മറിച്ച് ഈ ലോകത്തോട്ടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുക. വചനം പ്രഘോഷിക്കുവാനായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രസംഗം മാത്രമായിരുന്നുവെങ്കിലും വിശുദ്ധ പൗലോസിലൂടെ അത് പിന്നീട് എഴുത്തിലൂടെയും ലേഖനത്തിലൂടെയും അതിന് കാരണമായി. ഇന്ന് നൂതന വിദ്യകൾ സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലും അതുപോലെ ഇപ്പം തന്നെ മറ്റ് പല മേഖലകളിലൂടെയും നമുക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. നമ്മളാലാവുന്ന വിധത്തിൽ പുതിയ നൂതന രംഗങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും മാൻഡേറ്റ് കർത്തവ്യമാണത്. നമ്മെ ജീവന കർത്താവായ ശംശടി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.